പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആരുടെ ആശയ്ക്കാണ് ഭംഗം വരുന്നത്? ഉത്തരം: നീതികെട്ടവരുടെ. സദൃശവാക്യങ്ങൾ 11:7. ക്വസ്റ്റ്യൻ: ആരുടെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ? ഉത്തരം: കൂട്ടുകാരന്റെ. ആവർത്തന പുസ്തകം 27:17. ക്വസ്റ്റ്യൻ: കീശ് ആരുടെ മകനായിരുന്നു? ഉത്തരം: അബീയേലിന്റെ. 1 ശമൂവേൽ 9:1. ക്വസ്റ്റ്യൻ: പൗലോസ് ഈ ലോകത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം: ദുഷ്ടലോകം. ഗലാത്യർ 1:3. ക്വസ്റ്റ്യൻ: സുവാർത്താദൂതിയായ യെരൂശലേം തന്റെ ശബ്ദം എങ്ങനെ ഉയർത്തണം? ഉത്തരം: ശക്തിയോടെ. യെശയ്യാവ് 40:9. ക്വസ്റ്റ്യൻ: യഹോവ തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും എന്തിനെ പോലെയാണ് പുറപ്പെടുവിച്ചത്? ഉത്തരം: ആടുകളെപ്പോലെ. സങ്കീർത്തനം 78:52. ക്വസ്റ്റ്യൻ: കല്ലിനേക്കാളും മണലിനേക്കാളും ഘനമേറിയത് എന്ത്? ഉത്തരം: ഭോഷന്റെ നീരസം. സദൃശവാക്യങ്ങൾ 27:3. ക്വസ്റ്റ്യൻ: തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നത് ആര്? ഉത്തരം: മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ. യോന 2:8. ക്വസ്റ്റ്യൻ: യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടു പോകണം എന്ന് കൽപ്പിച്ചത് ആര്? ഉത്തരം: ക്ലൗദിയോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 18:2. ക്വസ്റ്റ്യൻ: ഭോഷന്റെ ജൽപ്പനം ജനിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: വാക്കുപെരുപ്പം കൊണ്ട്. സഭാപ്രസംഗി 5:3. ക്വസ്റ്റ്യൻ: യഹോവയുടെ തർജ്ജനത്താൽ ഭ്രമിച്ചു പോകുന്നത് എന്ത്? ഉത്തരം: ആകാശത്തിന്റെ തൂണുകൾ. ഇയ്യോബ് 26:11. ക്വസ്റ്റ്യൻ: ഫറവോന്റെ എങ്ങനെയുള്ള മന്ത്രിമാരുടെ ആലോചന ഭോഷത്വമായി തീർന്നിരിക്കുന്നു? ഉത്തരം: ജ്ഞാനമേറിയ മന്ത്രിമാരുടെ. യെശയ്യാവ് 19:11. ക്വസ്റ്റ്യൻ: പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന ചില യവനന്മാർ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചത് ആരോട്? ഉത്തരം: ഫിലിപ്പോസിനോട്. യോഹന്നാൻ 12:21. ക്വസ്റ്റ്യൻ: ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ ദാവീദിനെ ആരാക്കി? ഉത്തരം: പടജ്ജനത്തിന് മേധാവി. 1 ശമൂവേൽ 18:5. ക്വസ്റ്റ്യൻ: ആരും അറിയാതവണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണമെന്ന് ഭാര്യയോട് പറഞ്ഞത് ആര്? ഉത്തരം: യൊരോബെയാം. 1 രാജാക്കന്മാർ 14:2. ക്വസ്റ്റ്യൻ: കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ എന്തിനൊക്കെ ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളണം? ഉത്തരം: കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും. യാക്കോബ് 5:10. ക്വസ്റ്റ്യൻ: എന്തൊക്കെ ഉള്ളവർ ആയുസ്സിന്റെ പകുതിയോളം ജീവിക്കയില്ല? ഉത്തരം: രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ. സങ്കീർത്തനം 55:23. ക്വസ്റ്റ്യൻ: ആമോസിനോട് അമസ്യാവ് എവിടേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞത്? ഉത്തരം: യഹൂദാ ദേശത്തിലേക്ക്.
ആമോസ് 7:12. ക്വസ്റ്റ്യൻ: തൻ്റെ പക്കലുള്ളതായ മൂത്ത മകന്റെ വിശേഷവസ്ത്രമെടുത്ത് ഇളയ മകനെ ധരിപ്പിച്ച അമ്മ ആര്? ഉത്തരം റിബേക്ക. ഉൽപ്പത്തി 27:15. ക്വസ്റ്റ്യൻ: കൈക്കാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കിത്തിന്നത് ഏത് രാജാവിൻ്റെ? ഉത്തരം അദോനി ബേസെക്ക്. ന്യായാധിപന്മാർ 1:7. ക്വസ്റ്റ്യൻ: സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് എപ്പോൾ പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം? ഉത്തരം പുലർച്ചയ്ക്ക്. മത്തായി 20:1. ക്വസ്റ്റ്യൻ: ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് എന്താകുന്നു? ഉത്തരം വിശ്വാസയോഗ്യം. 1 തിമോഥെയോസ് 3:1. ക്വസ്റ്റ്യൻ: ദാവീദ് രാജാവായിരുന്നപ്പോൾ ഒലിവൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും മേൽവിചാരകനായിരുന്നത് ആര്? ഉത്തരം ഗാദേര്യനായ ബാൽ-ഹാനാൻ. 1 ദിനവൃത്താന്തം 27:28. ക്വസ്റ്റ്യൻ: കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ? ഉത്തരം ഫിലിപ്പോസ്. യോഹന്നാൻ 14:8. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്ക എന്ന് പൗലോസ് പറഞ്ഞത് ആരോട്? ഉത്തരം ഫിലേമോൻ. ഫിലേമോൻ 1:20. ക്വസ്റ്റ്യൻ: ഏത് ക്ഷേത്രത്തിൽ നമസ്കരിക്കുമ്പോഴാണ് സൻഹേരിബിനെ വെട്ടിക്കൊന്നത്? ഉത്തരം നിസ്രോക്കിൻ്റെ. യെശയ്യാവ് 37:38. ക്വസ്റ്റ്യൻ: ജ്ഞാനിയുടെ വചനങ്ങൾ എങ്ങനെയുള്ളത്? ഉത്തരം മുടിങ്കോൽ പോലെ. സഭാപ്രസംഗി 12:11. ക്വസ്റ്റ്യൻ: രോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭു ആര്? ഉത്തരം ഗോഗ്. യഹസ്കേൽ 39:1. ക്വസ്റ്റ്യൻ: മരണദൂതന് തുല്യമായ ക്രോധം ഉള്ളതാർക്ക്? ഉത്തരം രാജാവിന്. സദൃശവാക്യങ്ങൾ 16:14. ക്വസ്റ്റ്യൻ: ബിലയാമ്യ ഉപദേശവും നിക്കോലാവ്യ ഉപദേശവും ഉണ്ടായിരുന്ന സഭ? ഉത്തരം പെർഗമോസ് സഭ. വെളിപ്പാട് 2:14-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്ക, ആര് ആരോട് പറഞ്ഞു? ഉത്തരം യിരെമ്യാവ് ബാരൂക്കിനോട്. യിരെമ്യാവ് 36:6. ക്വസ്റ്റ്യൻ: നീരൊഴുക്കുള്ള ദേശം ഏത്? ഉത്തരം യൊത്ബത്ത. ആവർത്തന പുസ്തകം 10:7. ക്വസ്റ്റ്യൻ: എവിടുത്തെ പ്രവാചകന്മാർ ആണ് ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചത്? ഉത്തരം ശമരിയിലെ പ്രവാചകന്മാർ. യിരെമ്യാവ് 23:13. ക്വസ്റ്റ്യൻ: രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല, ആർക്ക്? ഉത്തരം മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്നവനും. വെളിപ്പാട് 14:11. ക്വസ്റ്റ്യൻ: ബാലാക്ക് ബിലയാമിന് എത്ര യാഗപീഠം പണിതു? ഉത്തരം 21 യാഗപീഠം. സംഖ്യ 23:1, 14, 29 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.